നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇന്നത്തേതാണെന്നുണ്ടെങ്കിലും ടോപ്പിക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. സിനിമ റിവ്യൂ ബോംബിങ്, അശ്വന്ത് കോക്ക്, റിവ്യൂവേഴ്സ്, സിനിമാക്കാർ, അങ്ങനെ നീണ്ടു കിടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സബ് ടോപ്പിക്കുകൾ. എന്നാൽ ആകെ മൊത്തത്തിൽ ഒരൊറ്റ കാര്യമുള്ളൂ, സിനിമ റിവ്യൂ. ഈ സിനിമ റിവ്യൂ എന്നുള്ളതിൻ്റെ ആ ഒരു അർത്ഥതലങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാറുന്നുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മാത്രമാണ് സിനിമ റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിവ്യൂവേഴ്സും അതേപോലെ തന്നെ ഓഡിയൻസും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കുറേയധികം റിവ്യൂവേഴ്സ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണല്ലോ. നല്ലതാണോ ചീത്തയാണോ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നല്ലതാണ് എന്ന് തോന്നിയ ഒരു സിനിമ നല്ലതാണ് എന്ന് പറയുകയും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മോശമാണ് എന്ന് തോന്നിയ ഒരു സിനിമ മോശമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണ് നല്ല റിവ്യൂവർ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ള രീതിയിലേക്ക് സിനിമ റിവ്യൂകൾ ചുരുക്കപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മാത്രമേ ആയുള്ളൂ. പല രീതിയിലാണ് പണ്ട് ഈ ഒരു കലാപരിപാടിയെ ആളുകൾ സമീപിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ പല രീതിയിലായിരുന്നു. ഒന്നാമത്തേത് ഒരു ആസ്വാദന അനുഭവം. സാധാരണ ഒരു വ്യൂവർ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി ഒരു ആസ്വാദന അനുഭവം പറയുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് അയാൾ ഒരു സിനിമ കണ്ടിട്ട് അയാൾക്ക് തോന്നിയ കുറേ ഫീലിങ്സ് പങ്കുവെക്കുകയാണ്. അയാൾക്ക് കണക്ട് ചെയ്ത ചില കാര്യങ്ങൾ പറയുകയാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അതിനകത്തൊരു ഘടകം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നല്ലതും ചീത്തയും. അപ്പോൾ ആ ഒരു ആസ്വാദന അനുഭവം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പിന്നീടുള്ളത് നിരൂപണമാണ്. ഇഴകേറി പരിശോധിക്കുക ഒരു സിനിമയെ അദ്ദേഹത്തിൻ്റെ സിനിമാ നോളജ് വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒക്കെ ഇഴകേറി പരിശോധിക്കുക, നിരൂപണം. പിന്നീടുള്ളത് സ്വാഭാവിക അഭിപ്രായ പ്രകടനങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങൾ കടന്നുകൂടുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ റിവ്യൂ അല്ലെങ്കിൽ നിരൂപണം, ആസ്വാദന അനുഭവം, അഭിപ്രായം പറയുന്ന ആൾക്കാരെല്ലാം 100% നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോവുക എന്ന് പറയുന്നത് ശരിക്കും ലോജിക്കലി പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നാറില്ല. പലപ്പോഴും പല ആളുകളും അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള ആസ്വാദനം എനിക്ക് സിനിമകളിൽ നിന്ന് ലഭിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കമൻറ്റുകളാണ് എനിക്കും വരുന്നത്. ആ ഒരു കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മനസ്സിലേക്ക് വന്നത് തന്നെ. ഒരു കൂട്ടർ പറയുന്നു, വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി കണ്ട് ജെന്യുവിനായിട്ട് അഭിപ്രായം പങ്കുവെച്ച ഒരേ ഒരാൾ ഞാനാണ്. കാരണം ആ ഒരു മൂവി കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നല്ല ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. ധ്യാൻ ശ്രീനിവാസൻ്റെയും ബാക്കിയുള്ള ആളുകളുടെയും ഒക്കെ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ഫീൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ജെന്യുവൻ റിവ്യൂവറായി. കാരണം OTT ഇറങ്ങിയപ്പോഴത്തേന് ബഹുഭൂരിപക്ഷം ജനതയ്ക്ക് ആ ഒരു പടം ആസ്വദിക്കാനായിട്ട് സാധിച്ചില്ല. ഒരു സൈഡിൽ ഞാനൊരു മോശം റിവ്യൂവറാണ്, ജെന്യുവൻ അല്ല എന്ന ആളുകൾ പറയുന്നുണ്ട്. കാരണം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ എനിക്കിഷ്ടപ്പെട്ടു, ഇപ്പോഴും ഇഷ്ടമാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ OTT ഇരുന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ആ ഒരു ചിത്രം നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജെന്യുവൻ റിവ്യൂവർ അല്ലാതായി. ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഈ രണ്ട് സിനിമകളിൽ ഞാൻ പങ്കുവെച്ചത് എൻ്റെ ആസ്വാദന അനുഭവമാണ്. ഇപ്പോഴും എനിക്ക് ആ ഒരു സിനിമകളോടുള്ള സമീപനത്തിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ OTT രണ്ടാമത് കാണുന്ന സമയത്ത് ചില പടങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ബോറടിക്കും. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ OTT ഇനി ഞാൻ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ആ ഒരു അനുഭവം ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. ലിയോ എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ചിത്രമാണ്. അണ്ണൻ മാസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ട ചിത്രമാണ്. സൂപ്പർ പടം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് വൻ ഡയലോഗൊക്കെ ആയിരുന്നു. എന്നിട്ട് വീട്ടുകാർക്കൊപ്പം ഇരുന്ന് OTT അത് കണ്ട സമയത്ത് അവർ ചോദിക്കുകയാണ്, ഇത് എന്തൊരു ക്രിഞ്ചാണ്. അതിൻ്റെ ഏറ്റവും അടിപൊളി സീൻ ഉണ്ടായിരുന്ന ആദ്യത്തെ മറ്റേ ഹൈനയുടെ സീനൊക്കെ കണ്ട സമയത്ത് നല്ല രീതിയിൽ ക്രിഞ്ചടിച്ച്. എനിക്ക് തന്നെ രണ്ടാമത് കണ്ട സമയത്ത് ക്രിഞ്ചടിച്ച്. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ പൊതുബോധത്തിനനുസരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട്, ആരെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്യേണ്ടതുണ്ട്, മാനസികമായിട്ട് തളർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കുറേ റിവ്യൂവേഴ്സിനെയും സിനിമ അണിയറ പ്രവർത്തകരെയും നടീനടന്മാരെയൊക്കെ നമ്മൾ ആക്രമിക്കും. അതും ഒരു പൊതു രീതിയാണ്. ഒരു മനുഷ്യനും പറയുന്നത് അംഗീകരിക്കാത്ത ഒരു പൊതു ബോധമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കിൽ. മലയാളികൾ ഇപ്പോൾ ഏത് പോസ്റ്റിൻ്റെ താഴെയും ഒരു അച്ചീവ്മെൻറ്റിൻ്റെ താഴെയും വന്നിട്ട് ചോദിക്കും, അതിന് നിങ്ങൾ ആരാണ്? എന്നാൽ ഈ പറയുന്ന ഒരു വലിയ മജോറിറ്റി റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയി എന്ന് പറയുന്നതും വേറൊരു വിരോധാഭാസം. ആരെയും അംഗീകരിക്കാത്ത ആളുകൾ, ഒരു കൂട്ടം ആളുകൾ പറയുന്നത് വിശ്വസിച്ചിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള തെറിവിളികൾ ആരാണോ നല്ലതെന്ന് പറഞ്ഞ് അവർക്കെതിരെ നടത്തും. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിക്ക് നല്ലത് പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണം. ആ ഒരു നല്ലത് പറഞ്ഞത് കാശ് വാങ്ങിയിട്ടാണോ പറഞ്ഞത് എന്നുള്ള ഒരു ഡൗട്ട് ആളുകൾക്കുണ്ട്. റിവ്യൂവേഴ്സ് എന്താണെന്ന് പറഞ്ഞാലും കാശ് വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യാൻ ഒരു സാധ്യതയില്ല. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള കോൺട്രവേഴ്സികളൊക്കെ നേരിട്ട് കാണുന്ന ആളുകളൊന്നും കാശ് വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യാൻ ഒരു സാധ്യതയില്ല. പിന്നെ പേടിച്ചിട്ട് ചിലപ്പോൾ നല്ലത് പറയാൻ സാധ്യതയുണ്ട്. കാരണം പ്രമുഖ മറ്റേ സംവിധായകരുടെയും പ്രൊഡ്യൂസർമാരുടെയൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമയുടെ ഫസ്റ്റ് ഷോയ്ക്ക് മുൻപ് തന്നെ PR കമൻറ്റുകൾ രംഗപ്രവേശനം നടത്താറുണ്ട്.
എന്ന് പറഞ്ഞാൽ റിവ്യൂ അങ്ങോട്ട് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയുക, അപ്പം തന്നെ കമൻറ്റുകൾ 10ഉം 200ഉം ആയിട്ട് ഇങ്ങനെ വരികയാണ്. തീയും മറ്റേ തീയുണ്ടയും ലവ് സീനും ഒക്കെ ആയിട്ട് സിനിമ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു സിനിമ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇറങ്ങുന്ന ഒരാൾ അധികം ആളുകളോട് സംവദിക്കാതെ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റുകൾ കാണുന്ന സമയത്ത് മറ്റേ ഈ തിയേറ്റർ റെസ്പോൺസ് കാണുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവും. ഞാൻ കണ്ട സിനിമയല്ലേ ഇവർ കണ്ടത് എന്നുള്ളൊരു ചിന്തയുണ്ടാവും. പൊതുജന അഭിപ്രായം വ്യത്യസ്തമാണ് എന്ന് ചിന്തിച്ച് പേടിച്ച് അഭിപ്രായം പറയുന്ന, നല്ലത് പറയുന്ന റിവ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പേടിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ കാര്യമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നല്ലത് പറഞ്ഞതിനും മോശം പറഞ്ഞതിനും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ വിഷമം വന്ന സമയത്ത് ഞാൻ എനിക്ക് പ്രിയപ്പെട്ട 1-2 സുഹൃത്തുക്കളെ യൂട്യൂബിലുള്ള ആളുകളെ വിളിച്ചു ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്, പക്ഷേ പൊതുജന അഭിപ്രായം ഡിഫറെൻ്റ് ആണ്, നമ്മൾ ആദ്യം ദിനം തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭയങ്കര തെറിവിളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ന്യൂട്രലാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അറ്റാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ജെന്യൂൻ റിവ്യൂവർ എന്ന് പേര് കേൾപ്പിച്ച ഒരു റിവ്യൂ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്നതിൻ്റെ. അങ്ങനെ മറ്റേ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് പിന്നീട് മോശം റിവ്യൂവർ എന്ന പേര് കേൾപ്പിച്ച ഒരു റിവ്യൂ ആയിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ. എലോൺ എന്ന് പറയുന്ന മൂവിക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ട് കുറേയധികം ആളുകൾ എന്നെ എയറിലേക്ക് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ആസ്വാദന അനുഭവമാണ്. ഇവിടെ റിവ്യൂവേഴ്സോ ഒന്നും അല്ല പ്രശ്നം. നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞ് അത് കേട്ട് അതിനെ ഉൾക്കൊണ്ടുപോയി ആസ്വദിക്കേണ്ട ഒരു കലാരൂപമാണ് സിനിമ എന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയൊക്കെ നമുക്കൊരു മൂഡ് തോന്നിപ്പോയി കാണുക, കണ്ടിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണവും നമ്മളുടെ സമയവും ലാഭം, മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആസ്വാദന അനുഭവമാണ് ഞാനൊക്കെ പലപ്പോഴും ആശ്രയിക്കുന്നത്. ഇപ്പം ഞാൻ കാണാത്ത സിനിമകളെ കുറിച്ചിട്ട് ഞാൻ ആസ്വാദന അനുഭവമായിട്ടാണ് ആളുകളുടേത് എടുക്കുന്നത്. ഓക്കെ, ഇന്ന റിവ്യൂവർ എന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്യാറില്ല. ഇന്നയാൾ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആളാണ്, അയാൾ ആ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ അശ്വന്ത് ഒക്കെ ആ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, അയാൾക്ക് എന്താണ് തോന്നിയത് എന്ന് കേട്ട് കളയാം എന്നുള്ളതാണ്. അല്ലാതെ അയാൾ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ സിനിമയ്ക്ക് പോകാറില്ല. അയാൾ മോശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കാണാൻ തോന്നുന്ന ഒരു സിനിമ ഞാൻ ഒഴിവാക്കാറില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചകളും ട്രോളുകളും ഹെയ്റ്റും സൈബർ ബുള്ളിങ്ങും അറ്റാക്കും എല്ലാം മറ്റേ ഒരു ബ്ലെയിം ഗെയിമിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. നിങ്ങളൊരു നല്ല സിനിമ കണ്ടു, നല്ല സിനിമ നല്ലതായിട്ട് ഫീൽ ചെയ്തു, സന്തോഷം. മോശം സിനിമ കണ്ടു, ആ ഒരു മോശം സിനിമ എന്നെ കാണിക്കാൻ കാരണക്കാരായിട്ടുള്ള ആ ഒരു സിനിമ ഉണ്ടാക്കിയ ആളുകൾ, അതിനെ നല്ലത് പറഞ്ഞ ആളുകൾ എല്ലാവരും മുടിഞ്ഞു പോണേ, എല്ലാത്തിനും ഞാൻ തെറി പറയുവേ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു മെൻറ്റാലിറ്റി പ്രശ്നമാണ്. അപ്പോൾ അത് എൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് സിനിമയായിട്ടോ സിനിമ റിവ്യൂ ആയിട്ടോ ബന്ധമുള്ളൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് സമീപിക്കേണ്ടതാണ് ഒരു കലാരൂപം അല്ലെങ്കിൽ ആസ്വാദനം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കിപ്പോഴും വ്യക്തമായിട്ടുള്ള ഐഡിയ ആളുകളുടെ കമൻറ്റിൽ നിന്നിട്ട് കിട്ടുന്നില്ല. പലപ്പോഴും ആളുകൾ ഇപ്പോൾ എന്നെ നല്ല റിവ്യൂവർ എന്ന് വിളിക്കുന്നവരും മോശം റിവ്യൂവർ എന്ന് വിളിക്കുന്നവരും ഈ നല്ലത് ചീത്ത എന്ന് ഞാൻ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു സിനിമാ നിരൂപണം അങ്ങനെയല്ല എന്നുള്ളതും ആസ്വാദന അനുഭവം അങ്ങനെയല്ല എന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ ഒരു നല്ല ആസ്വാദന അനുഭവം പങ്കുവയ്ക്കുന്ന ഒരു രീതിയിലേക്കും നല്ല നിരൂപണങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്കും പഠിച്ച് എടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനസ്സെടുത്തിട്ടാണ് പലപ്പോഴും സിനിമ റിവ്യൂകൾ ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. പലപ്പോഴും മാത്രമാണ് ഒരു സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഗോളം എന്ന് പറയുന്ന സിനിമ കണ്ടു. നല്ല റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ കമൻറ്റുകളിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആ സിനിമ പോയി കാണുന്നത്. പക്ഷേ എനിക്ക് വർക്കായില്ല, എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ആ സിനിമയുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയും കണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ ലുലുവിൽ രാത്രി. എന്നിലെ ഒരു സിനിമാ പ്രേമിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചിലയിടങ്ങളിൽ കാണാൻ സാധിച്ചു. നല്ല ചില അഭിനയ മുഹൂർത്തങ്ങൾ, പുതുമുഖ നടീനടന്മാരെ കാണാൻ സാധിച്ചു, അത്രേ ഉള്ളൂ. ഒരിടത്ത് റിഗ്രറ്റ് ഇല്ല. ഇപ്പം മറ്റേ സിനിമ ഉണ്ടല്ലോ മലൈക്കോട്ടെ വാലിബൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ ഒരു സിനിമ വളരെ ആസ്വദിച്ച് കണ്ട സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്നത് ഒരു അമർ ചിത്രകഥ പോലെ നമ്മൾ കാണേണ്ട സിനിമയാണ്. അവർക്ക് അങ്ങനെ ഒരു ആസ്വാദനം കിട്ടിയെങ്കിൽ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. അവർ മോശക്കാരാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ മോശം, എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ മോശം. അങ്ങനെയല്ല. നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ലിജു ജോസ് പെലിശ്ശേരി ഒരു മോശം കലാകാരനാണോ? അല്ല. അയാളുടെ ഒരു ആസ്വാദനത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു തലത്തിൽ നിന്നിട്ടാണ് ആ സിനിമയെ സമീപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത്.
അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് അയാളോ നമ്മളോ മോശക്കാരൊന്നുമല്ല. ഇത് വ്യത്യസ്തമായിട്ടുള്ള ആസ്വാദനമാണ്, വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. അതിനെ ആ രീതിയിൽ എടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. എന്തിനാണ് ഈ അറ്റാക്ക് എന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട്, മോശമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പോവാതിരിക്കുന്നത് കൊണ്ടുമാണ് ഈ ദേഷ്യം ഉണ്ടാവുന്നത്. അങ്ങനെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ സമീപിക്കാം. ഇങ്ങനെ അയാൾ മറ്റേ JB ചാനലിലെ അയാൾ സിനിമയ്ക്ക് പോയി, ഞാൻ മുന്നേ പറഞ്ഞ പോലെ അയാൾ എന്താണ് പറയുന്നത് നോക്കാം, അത്രേ ഉള്ളൂ. ആ സിനിമയുടെ ട്രെയിലർ, അതിൻ്റെ പ്രൊമോഷണൽ മെറ്റീരിയൽസ്, അതിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ ആയിരിക്കണം ആ സിനിമയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ അവരെ തെറി വിളിക്കും, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ കലാകാരന്മാർക്കും അവരുടെ പ്രൊഡക്റ്റ് അത്രയധികം മികച്ചതായിരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്യില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ സംഗതികൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.